സുവേന്ദു അധികാരി ഏറ്റവും ഒടുവിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന് ഹിന്ദു വോട്ട് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ, മുസ്ലിം വോട്ട് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഹൈന്ദവർക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? യഥാർത്ഥത്തിൽ അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു. കാരണം ഭരണഘടന നടത്തുമ്പോൾ ഞാൻ ജാതി, മതം, ഏതെങ്കിലും പ്രത്യേകമായ വിഭാഗം എന്ന അർത്ഥത്തിൽ ആരെയും വ്യത്യസ്തമായി കാണില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് പരസ്യമായി ഇങ്ങനെ പറയുന്നത്. അത് ഭരണഘടന ലംഘനമാണ്. അദ്ദേഹം സ്ഥാനത്ത് തുടരാൻ യാതൊരു അർഹതയില്ല. അദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, ആ സത്യപ്രതിജ്ഞ ലംഘനം ചെയ്തത് നിയമപ്രകാരം അധികാരത്തിലേറിയ ഒരു മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ അധികാരത്തിലേറാൻ പോകുന്ന മുഖ്യമന്ത്രിയാണ്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാവരും തുല്യരാണ് നിയമത്തിന് മുമ്പിൽ എന്ന തത്വത്തിന് തന്നെ ലംഘനമാണ്. അതിനേക്കാളൊക്കെ പ്രധാനം, ഇന്ത്യ ഒരു ബഹുമത രാഷ്ട്രമാണ്. ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല. ബഹുമത രാഷ്ട്രത്തിൽ വ്യത്യസ്ത ജാതി, മത വിഭാഗങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ വിശ്വാസങ്ങളിൽ ഏതെങ്കിലും ഒന്നുള്ള ആളുകളെ ഞാൻ തള്ളിക്കളയും, ഞാൻ ചോദിക്കും എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ധാർമ്മിക ലംഘനമാണ്. കാരണം ഒരു സമൂഹത്തിൽ, അതൊരു സംസ്ഥാനമാവാം, പഞ്ചായത്താവാം, രാജ്യമാവാം, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളോടും നീതിയോടെ പെരുമാറാനാണ് ഒരു ഭരണാധികാരി ശ്രമിക്കേണ്ടത്. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഓരോ സംസ്ഥാനത്തും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ചില വിഭാഗങ്ങളോട്, ചില പ്രത്യേക ആളുകളോട് മാത്രമാണ് ചെയ്യുക, സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമായ അവസ്ഥയിലെത്തും. പ്രായോഗികമായി അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള രണ്ടാമത്തെ കാര്യം.